സ്കീം മെഡിക്കൽ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആരംഭിക്കുന്നു എന്നുള്ളൊരു നോട്ടീസ് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സൈറ്റിൽ വന്നിട്ടുണ്ട്. ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്ത് 20-ാം തീയതി വരെയാണ് ചോയ്സ് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം. 23-ാം തീയതി അഡ്മിഷൻ ആരംഭിക്കും. ശ്രദ്ധിക്കേണ്ടത് 22-ാം തീയതി അന്തിമ ഫൈനൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ 23-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ടൈമിൽ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതുണ്ട്. ജോയിൻ ചെയ്തില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തതായിട്ട് പരിഗണിക്കും. നോക്ക്, 23,000 ചില്ലുവാൻ രൂപയാണ് ഫീസായിട്ട് കാണിക്കുന്നത് മെഡിക്കൽ കോളേജ്. 20,000-നടുത്ത് ഡെൻ്റൽ കോളേജുകളിലും സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേ ഫീസ് തന്നെയാണ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിലനിർത്തിയിരിക്കുന്നത്. 8.56, 8.47 മുതൽ തുടങ്ങി 4.3 മുതൽ തുടങ്ങി 9 മേലെ വരുന്ന DM വയനാടിൻ്റെ ഫീസ് വരെയുള്ള ഫീസുകളുടെ ഘടന അതേപോലെ നിലനിർത്തിയിരിക്കുന്നു. ഫീസ് കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. തീരുമാനമാകുന്നതിനനുസരിച്ച് കൂടുന്ന ഫീസ് അടയ്ക്കേണ്ടി വരും എന്നൊരു ഡിസ്ക്ലെയിമർ ആ നോട്ടിഫിക്കേഷൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡെൻ്റൽ കോളേജ് 3.47 കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൂട്ടി കൊടുക്കേണ്ടതുണ്ട് എന്നൊരു വർത്തമാനം, ഒരു കണ്ടീഷൻ ആ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. ഇതുവരെ ഫീസ് ഫിക്സ് ചെയ്തിട്ടില്ല എന്നത് ഭയങ്കര സങ്കടകരമാണ്. എന്തോ ആയിക്കോട്ടെ, ഇവിടെ എന്തെങ്കിലും സിസ്റ്റം നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ചോദ്യം ചോദിക്കേണ്ട, ആശങ്കപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തോ ആയിക്കോട്ടെ, ഏതായാലും പ്രോസസ്സിൽ പങ്കെടുക്കുക. ശ്രദ്ധിക്കേണ്ടത് 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണുള്ളത്. ഈ 14 മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കോളേജുകളിൽ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുക, അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ കോളേജ് പിന്നീട് 2ാം ഘട്ട അലോട്ട്മെൻറ്റിലോ 3ാം ഘട്ട അലോട്ട്മെൻറ്റിലോ ചേർക്കാൻ പറ്റില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഓൾ ഇന്ത്യ മെഡിക്കൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലെ രീതികൾ. മാത്രമല്ല, ആദ്യത്തിൽ കൊടുത്ത കോഴ്സുകളെ പിന്നീട് ചോയ്സസിൽ അനുവദിക്കൂ. അതോടൊപ്പം 2ാം ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം കൊടുത്ത ചോയ്സ് അവിടെ ഉണ്ടല്ലോ, അത് അവിടെ കിടക്കട്ടെ, അതുണ്ടാവുമല്ലോ എന്ന രീതിയിൽ നിങ്ങൾ പരിഗണിച്ച് ഒന്നും ചെയ്യാതിരിക്കരുത്. 2ാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്പൺ ചെയ്യാൻ വിൻഡോ തുറക്കുമ്പോൾ ചോയ്സസ് കൺഫേം ചെയ്യണം. റീഅറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ റീഅറേഞ്ച് ചെയ്യണം. 1 മുതൽ 10 വരെയുള്ള കോളേജുകൾ നിങ്ങൾ കൊടുത്തു എന്ന് വിചാരിക്കുക. കോഴിക്കോട്, ട്രിവാൻഡ്രം, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, ദെൻ പരിയാരം, കൊച്ചി, മഞ്ചേരി, കൊല്ലം, ദെൻ അതുപോലെ ഇടുക്കി അല്ലെങ്കിൽ പാലക്കാട് നിങ്ങൾ കൊടുത്തു. 10 കൊടുത്തു എന്ന് വിചാരിക്കാം. ദെൻ 4 കൊടുത്തില്ല എങ്കിൽ പിന്നീട് ആ 4 പരിഗണിക്കില്ല. ഇനി 10 കൊടുത്തു, നിങ്ങൾക്ക് കൊല്ലത്താട്ട് അലോട്ട്മെൻറ്റ് കിട്ടി, ലാസ്റ്റ് കിടക്കുന്നത് പാലക്കാടാണ്, ലോവർ ഓപ്ഷൻ പിന്നീട് ക്യാൻസൽ ആവും, പിന്നീട് ഒരു നിലക്കും അത് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് പ്രവേശനം തേടാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ ഓർഡറിൽ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. സെൽഫ് ഫിനാൻസ് കോളേജുകൾ 21 കോളേജുകളാണ്. ആ കോളേജുകൾ സ്റ്റാൻഡേർഡിനനുസരിച്ച് ജൂബിലി, അമല, പുഷ്പഗിരി, മലങ്കര, ബിലീവേഴ്സ്, MES നിങ്ങളുടെ ഓർഡർ ഓഫ് പ്രിഫറൻസ് ഡിഫറൻ്റ് ആയിരിക്കും. ആ ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് കൃത്യമായിട്ട് കൊടുക്കുക. ഈ പ്രാവശ്യം ശ്രദ്ധിക്കേണ്ടത്, സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അടയ്ക്കേണ്ട ഫീസ് എത്രയാണോ ആ ഫീസ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം. DD ആയിട്ട് എടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ് വേണ്ടത്. പല കോളേജുകളും ഇപ്പോൾ തരേണ്ടതില്ല, കുറച്ച് ഫീസ് അടച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി, ബാക്കി കൺഫേം ചെയ്യുമ്പോൾ 2nd അലോട്ട്മെൻറ്റും 3rd അലോട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ DD ആയിട്ട് കോളേജിൻ്റെ സെക്രട്ടറിയോ പ്രിൻസിപ്പളോ ആരുടെ പേരിലാണോ മാനേജറോ അവരുടെ പേരിലെടുത്ത DD ആണ് നിങ്ങൾ കൊണ്ട് കൊടുക്കേണ്ടത്. ആ DD അവിടെ സൂക്ഷിക്കും. തിരിച്ചു വരുമ്പോൾ അത് മറ്റൊരു കോളേജിലേക്ക് പോകുമ്പോൾ മാറ്റി തരുന്ന രീതിയൊക്കെയാണ് ഉള്ളത്. ക്യാഷ് ആയിട്ട് എടുക്കുന്ന പരിപാടി ഉണ്ടാവില്ല. ചെക്കായിട്ട് എടുക്കുന്ന പരിപാടി മിക്കവാറും കോളേജിലുണ്ട്. ചില കോളേജിൽ ക്യാഷ് ആയിട്ട് എടുക്കും. റെസിപ്റ്റ് കൃത്യമായിട്ട് വാങ്ങുക. ദെൻ ഓൺലൈൻ നമ്മൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ അലോട്ട്മെൻറ്റ് മെമ്മോടെ കൂടെ തന്നെ ഒരു ഫീസ് അടക്കാനുണ്ടാവും. ആ ഫീസ് നിങ്ങൾ അടച്ചേക്കുക. ചിലപ്പോൾ 10,000 ആയിരിക്കും ഗവൺമെൻറ് കോളേജിൽ, ബാക്കി ഫീസ് കോളേജിൽ അടക്കണം. ദെൻ 1 ലക്ഷമായിരിക്കും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിലെങ്കിൽ ബാക്കി ഫീസ് അതിന് പുറമേ ഉള്ളത് നിങ്ങൾ കോളേജിൽ കൊണ്ടുപോയി അടക്കണം. ഈ പ്രാവശ്യത്തെ പ്രത്യേകത, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. 22-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 23 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ഫീസ് നിങ്ങൾ കൊടുക്കാനുള്ള 11 ലക്ഷം, 10 ലക്ഷം, 10.5 ലക്ഷം എത്രയാണോ 8.56 ഫീസ്. അതിന് പുറമെ ഹോസ്റ്റലും സ്പെഷ്യൽ ഫീ ഒക്കെ വരും. സാധാരണ കോളേജുകൾ ഹോസ്റ്റൽ ആദ്യം തന്നെ വാങ്ങാറില്ല. എങ്കിലും ഇത് നിങ്ങൾ തയ്യാറാക്കി വെക്കണം. എന്ന് വെച്ചാൽ 28-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുള്ള ഫീസ് ഉണ്ടായിരിക്കണം. 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ചോയ്സസ് കിട്ടി, നിങ്ങൾ ഫീസ് അടച്ചില്ല, ജോയിൻ ചെയ്തില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ ഔട്ടാകും. ഓൾ ഇന്ത്യ പോലെയല്ല.
ലോവർ ഓപ്ഷൻ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് 10ാമത്തത് കിട്ടിയാൽ 11ാമത്തും 12ാമത്തും നഷ്ടപ്പെടും. ലോവർ ഓപ്ഷൻ പിന്നെ കൊടുക്കാൻ പറ്റില്ല, ഹയർ ഓപ്ഷൻ മാത്രമേ പരിഗണിക്കൂ. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. കാറ്റഗറി ലിസ്റ്റ് ഇതിനൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും പറയേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. നമുക്ക് ഈഴവ, മുസ്ലിം, ബാക്ക്വേർഡ് ഹിന്ദു, SC റിസർവേഷൻ കാൻഡിഡേറ്റ്സിലെ ഒരു കാറ്റഗറി റാങ്ക് വെറുതെ ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ 1000, 2000, 3000 വന്ന ആളുകളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കാറ്റഗറി റാങ്കുകൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു പോസിബിലിറ്റി എങ്ങനെ പരിശോധിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഞാനതൊന്ന് വെറുതെ 1000, 2000, 2500 ഈഴവ, ദെൻ 1000, 2000, 2500 മുസ്ലിം കാൻഡിഡേറ്റ്സിൽ വരുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ഒരു കാറ്റഗറി പൊസിഷൻ എന്താണ്. അതുപോലെ ബാക്ക്വേർഡ് ഹിന്ദു 1000, 2000, 3000-ലും, ദെൻ SC ST 5000, 10000, 15000 ഈ റാങ്കുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2020 കഴിഞ്ഞ വർഷം 1009ാമത്തെ റാങ്കിൽ 129ാമത്തെ ആളായിരുന്നു ഈഴവ കാൻഡിഡേറ്റ് എങ്കിൽ ഈ വർഷത്തെ 1003 റാങ്കിൽ 134ാമത്തെ ഈഴവ കാറ്റഗറിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈഴവ കാറ്റഗറി ആദ്യത്തെ 1000-ൽ കൂടി നടത്താം. ഇനി രണ്ടാമത്തെ 2000-ൽ കഴിഞ്ഞ വർഷം 287 ആയിരുന്നുവെങ്കിൽ ഈ വർഷത്തെ 2000-ൽ 283 വന്നിരിക്കുന്നത്, ഒന്ന് കുറയുകയാണ് ചെയ്തത്. ദെൻ കഴിഞ്ഞ വർഷത്തെ 2500 ആളിൽ ഈഴവ കാറ്റഗറിക്കാരൻ 362 എങ്കിൽ ദെൻ 2500 ഉള്ളിൽ ഈ വർഷം 354. അപ്പോൾ കഴിഞ്ഞ വർഷം 362 ഈ വർഷം 354, ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യത്തെ 1000-നുള്ളിൽ കഴിഞ്ഞ വർഷം മുസ്ലിം കാറ്റഗറി വന്നത് 431 ആണെങ്കിൽ ഈ വർഷം ആദ്യത്തെ 1002-ൽ 483 വന്നത്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 50 റാങ്കുകളുടെ ഡിഫറൻസ്, 50 റാങ്കുകൾ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ ലാസ്റ്റ് റാങ്കിൽ ചെറിയൊരു വ്യത്യാസം കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ആദ്യത്തെ കോളേജുകളിൽ വരാൻ സാധ്യത ഉണ്ടെന്ന് അർത്ഥം. ഇനി 2000-ൽ 827 കഴിഞ്ഞ കൊല്ലം വന്നത്. 2000 റാങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ മുസ്ലിം കാറ്റഗറി പൊസിഷൻ 827, ഈ വർഷം 933 വന്നു. വെച്ചാൽ 100 റാങ്കുകളുടെ ഡിഫറൻസ് വന്നു. ദെൻ 3009-ൽ 1206ാമത്തെ മുസ്ലിം കാറ്റഗറിക്കാരനാണ് വന്നത് ഈ പ്രാവശ്യം, കഴിഞ്ഞ കൊല്ലം. ഈ പ്രാവശ്യം വന്നത് 3004-ൽ 1286, 80 റാങ്കുകളുടെ ഡിഫറൻസാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കാറ്റഗറിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലാസ്റ്റ് റാങ്ക് കുറച്ചുകൂടി ഒന്ന് കയറാനാണ് സാധ്യത. എന്ന് വെച്ചാൽ 2300 ചില്ലുവാനം വന്നത് ഒരു പക്ഷേ ഒരു 2200-ലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നതിനനുസരിച്ചും ഓൾ ഇന്ത്യയിൽ ആളുകൾ എടുക്കുന്നതിനനുസരിച്ചിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ആദ്യത്തെ 11,000 അതുപോലെ തന്നെ 12,000 റാങ്കിനുള്ളിൽ 13,000-ലൊക്കെ വരുന്ന ജനറൽ കാൻഡിഡേറ്റ്സുകാരൻ പുറത്തു പോകുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ ഈഴവ മുസ്ലിം കാറ്റഗറിയിൽ ഒരു 17,000-ൻ്റെ അങ്ങോട്ടേക്ക് 18, 19, 20, 21 പുറത്തു പോയാൽ നല്ല കോളേജുകൾ കിട്ടും എന്നതുകൊണ്ട് ഇവിടെ കിടന്ന് കളിക്കാതെ പുറത്തേക്ക് പോകുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ബാക്ക്വേർഡ് ഹിന്ദു കഴിഞ്ഞ വർഷം ആദ്യത്തെ 1091-ൽ 34ാമത്തെ കാറ്റഗറിക്കാരനായിരുന്നു. 34ാമത്തെ കാറ്റഗറി ബാക്ക്വേർഡ് ഹിന്ദു. ഈ വർഷം 1006-ൽ 30ാമത്തെ ആളാണ്, കുറയാണ് ചെയ്തിരിക്കുന്നത്. ദെൻ 2000-നുള്ളിൽ 68 പേരാണ് കഴിഞ്ഞ കൊല്ലം വന്നതെങ്കിൽ ഈ വർഷം 2023-ൽ 66, 2000-നുള്ളിൽ 66 പേര്. അപ്പോൾ ആദ്യത്തെ 2000-ൽ കഴിഞ്ഞ വർഷം 68, ഈ വർഷം 66, 2 റാങ്കുകളുടെ ഡിഫറൻസേ ഉള്ളൂ. 3000-ൽ 100 പേര്, ഈ പ്രാവശ്യവും 100 പേര്. കഴിഞ്ഞ കൊല്ലം 3000-നുള്ളിൽ 100 പേര്, ഈ പ്രാവശ്യം 100 പേര്. ബാക്ക്വേർഡ് ഹിന്ദുസിൻ്റെ ലാസ്റ്റ് റാങ്കിന് അത് കാര്യമായിട്ട് സ്പർശിക്കില്ല എന്നത്, പക്ഷേ സ്റ്റേറ്റ് മെറിറ്റിൽ മാറുന്നതിനനുസരിച്ച് മാറ്റം വരും. ദെൻ വീണ്ടും SC റിസർവേഷനിൽ കഴിഞ്ഞ കൊല്ലം 5000-ൽ 27 പേര്, ഈ വർഷം 29 പേര്. ദെൻ ആദ്യത്തെ 10,000-ൽ 91 പേര്, കഴിഞ്ഞ വർഷം ഈ വർഷം 143 പേര്. എന്ന് വെച്ചാൽ ഏകദേശം 50ഓളം റാങ്കുകളുടെ ഡിഫറൻസ് വന്നു എന്നർത്ഥം. 15,000-ൽ 222 പേരാണ് കഴിഞ്ഞ വർഷമെങ്കിൽ 15,000-ൽ ഈ വർഷം 383 പേരാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ലാസ്റ്റ് റാങ്ക് പോലെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല ഈ വർഷത്തെ SC റിസർവേഷൻ ലാസ്റ്റ് റാങ്ക് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ജനറൽ റാങ്ക് വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് റാങ്കിലും ജനറൽ റാങ്കാണ് വരിക, റിസർവേഷൻ റാങ്ക് അല്ല വരിക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ കൃത്യമായി പങ്കെടുക്കുക, ചോയ്സസ് കൃത്യമായി ഫില്ല് ചെയ്യുക, അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. കരിയർ ഗുരുവിൻ്റെ സഹായം തേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ടാവും. എല്ലാവർക്കും ബൈ ബൈ. Career Guru, molding your future.